ഹായ് ഗൈസ്, ഇറ്റ്സ് മി കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു പോർക്ക് കറി. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തരാം. ഒരു 2 വലിയ സവോള എടുത്തിട്ടുണ്ട്, 8 പീസ് ചെറിയുള്ളി, വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 2 പച്ചമുളക്. അങ്ങനെ പറയാം, 2 സവോള, 8 ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, പച്ചമുളക്. ഇതിനെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഉള്ളത് തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് കൂർക്ക ഉണ്ടായിരുന്നു, കുറച്ച് കൂർക്ക, അത് ഓപ്ഷണലാണ്, വേണം കിട്ടാതെ. ഇതുണ്ടെങ്കിൽ ഒരു ഗ്രേവി കിട്ടും. ഇനി അഥവാ കൂർക്ക ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അന്നേരം ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് കൂടുതൽ കിട്ടും. പിന്നെ അറിയാമല്ലോ, കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഗരം മസാല എടുത്തിരിക്കുന്നത് കറുവാപ്പട്ട, സ്റ്റാർ, എന്താ പറയുന്നത്, തക്കോലം, ഗ്രാമ്പൂ, ഒരു 3 പീസ് ചെറിയ ഏലക്ക, പിന്നെ ഉണക്കമുളക്. ഇത്ര ഇപ്പം ഇതിനുവേണ്ടി വേണ്ടി വരുന്നത്. ബാക്കി മുളകും മല്ലി ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പീസ് ആക്കിയിട്ട് വരാം. അപ്പം സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുള്ളി അരിഞ്ഞെടുത്തു, വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്, ജിഞ്ചർ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുളക് കീറിയെടുത്തു. ഏകദേശം ഒരു 1-300 ഉണ്ട് ഇറച്ചി. ഇത് ഇറച്ചിയായിട്ടും ഇത് നെയ്യായിട്ടും എടുത്തിരിക്കുന്നത്. ഇതിനെ ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ആ ഓയിലിൽ കുക്ക് ചെയ്യും. എന്നാൽ പിന്നെ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തീ കത്തിച്ചുകൊണ്ട് തുടങ്ങാം. തീ കത്തിച്ചു. ഇത് നമ്മൾ ഉരുളിയിലാണ് ചെയ്യുന്നത്. ഉരുളി ഒന്ന് ചൂടാകട്ടെ. ഈ ഉരുളിയിൽ നമ്മൾ നെയ്യ് ഉരുക്കിയെടുക്കും. അപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതാകുമ്പോൾ നമുക്ക് വേറെ എണ്ണയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല, ഇതിൽ തന്നെ കുത്തി. ഇതിലാവശ്യമുള്ള എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് കുറച്ച് വെച്ച് ഇത്ര നെയ്യ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവനെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉരുക്കിയ ഇറച്ചി റെഡി. നമുക്കിനി ഇതിൽ കുക്കിങ് ആരംഭിക്കാം. അത് നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, കറുവാപ്പട്ട, നല്ല തിളച്ച എണ്ണയാണ് നോക്കുന്നത്. തേങ്ങക്കൊത്ത്, എണ്ണ കുറച്ച് മതി എന്നുള്ളവർക്ക് ഇത് കുറച്ച് എണ്ണ മാറ്റിയേക്കാം കേട്ടോ. ഇവിടെ ഉണക്കമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പച്ച മണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇതായിട്ടുണ്ട്. സവോള, ചെറിയുള്ളി, പിന്നെ നല്ലപോലെ നല്ല ഗോൾഡൻ കളർ ആവണം വരെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ്, പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1, 2, 3, 4, ഒന്ന് മൂപ്പിച്ച ശേഷം മുളക് പൊടി, കാശ്മീരിയാണ്, 2 ചെറിയ സ്പൂണാണ്, 3. അത് നമുക്ക് കുരുമുളക് ചേർക്കാം. നോക്കണം, പന്നിനെയ്യാണ്, നല്ല ചൂടാണ്, എളുപ്പം മൂക്കും. അറിയാമല്ലോ, നെയ്ക്കൊരു പ്രത്യേക ചൂടാണ്. അഡീഷൻ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഇപ്പം ഇളകി വരും. പറയാൻ മറന്നു, ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കൂർക്ക മുറിച്ചത്, കിഴങ്ങാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി കേട്ടോ. നെയ് കഷ്ണങ്ങൾ, ഉരുക്കിയ നെയ് കഷ്ണങ്ങൾ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ. വെള്ളം
2 മുക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്, 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നേരത്തെ ഇതെന്തിനാണെന്ന് വെച്ചാൽ പന്നിക്ക് കുറച്ച് വേവ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്. ഈ വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും പന്നിക്കറി റെഡിയായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട്, ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കി ആവശ്യങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പില, ലാസ്റ്റ് കുരുമുളകും ഗരം മസാലയും. ഇവനിങ്ങനെ ഇരുന്ന് വേകട്ടെ. ഒന്ന് പകുതി പറ്റിക്കഴിഞ്ഞ് കാണാം. വെള്ളം പറ്റി വരുന്നുണ്ട്, മൊത്തത്തിലങ്ങ് പറ്റട്ടെ. അപ്പം നമ്മുടെ പോർക്ക് കറി ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്കിതിന് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ഇങ്ങോട്ടൊന്ന് പറ്റി വരട്ടെ. ഇപ്പം പോർക്ക് ഫ്രൈ ഏകദേശം ഗ്രേവിയൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി, അത് എരിവിനിട്ടു കേട്ടോ, എരിവിനുള്ള ആവശ്യം. കുറച്ച് ഗരം മസാല, കുറച്ച് ഫെനൽ സീഡ്സ്, പെരിഞ്ജീരകം, കറിവേപ്പില, അപ്പം നമ്മുടെ പോർക്ക് കറി, നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആകട്ടോ. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ഗ്രേവിയോട് കൂടി. ഇനി ഇത് ഡ്രൈ ഫ്രൈ ആക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വെള്ളം പരിചെടുത്താൽ മതി. നല്ല കറുത്ത് കിട്ടും. അപ്പം നമുക്ക് ചെറിയ ഗ്രേവി വേണം ചോറിനല്ലേ. പിന്നെ ചിലർക്ക് ഈ പോർക്ക് കഴിക്കുമ്പോൾ എളുപ്പം ചകിടിക്കും, മടുക്കാതിരിക്കാൻ ഒരു കുടംപുള്ളിയുടെ പീസ് ഇവനെ അങ്ങിടുക, ഇളക്കി വെച്ചേക്കുക. അതുകൊണ്ട് ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായത് കണ്ട കായലേന്തി ഇതിൽ നമ്മുടെ കുറുക ഒക്കെ നല്ല വെന്ത് ഉടഞ്ഞ് ശരിയായി. സംഗതി സെറ്റപ്പ് നമ്മുടെ പന്നി ഫ്രൈ റെഡി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പന്നി ഫ്രൈ റെഡിയാണ്. എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അഥവാ ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ. ഇറ്റ്സ് നിക്കോ സൈനിങ് ഓഫ്. ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു കുഞ്ഞുണ്ണി ടു ഗാന. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു പന്നി ഫ്രൈ കാണിക്കണമെന്ന്. അല്ല കുഞ്ഞുണ്ണി, ട്രൈ ചെയ്ത് നോക്കട്ടാ.